ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒക്ടോബർ മാസം ജപമാല മാസമായി നാം ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, അമ്മ ഗബ്രിയേൽ ദൂതനോട് ദൈവത്തിന്റെ അമ്മയാകാൻ അറിയിച്ച സമ്മതം രക്ഷയുടെ വാതിൽക്കുന്ന വിശ്വാസ പ്രമാണമായിരുന്നു. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണ് പരിശുദ്ധ അമ്മയുടെ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-38 വാക്യത്തിൽ രേഖപ്പെടുത്തിയ വാക്ക്, ഇതൊക്കെ കർത്താവിന്റെ ദാസി നിരഹിത പോലെ വിഭവിക്കട്ടെ. ഈ പ്രസ്താവനയെ നമുക്ക് ആമേനായി കാണാം. രക്ഷയുടെ ജീവിതത്തിലെ ആമേൻ എപ്രകാരം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒന്ന്, അനുസരണത്തിന്റെ ആമേൻ അല്ലെങ്കിൽ പുതിയ ഏവ. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ പരിശുദ്ധ അമ്മയെ പുതിയ ഏവയായി കാണുന്നത്. പഴയ നിയമത്തിലെ ഏതൻതോട്ടത്തിൽ ഏവ അനുസരണക്കേടിന്റെയും അവിശ്വാസത്തിന്റെയും വാക്ക് പറഞ്ഞ് ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചപ്പോൾ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ നസ്രത്തിലെ മറിയം ഗബ്രിയേൽ ദൂതന്റെ അറിയിപ്പ് കേട്ട് വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും പൂർണ്ണമായ ആമേൻ പറഞ്ഞു. ഈ ആമേൻ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ പദ്ധതിയിൽ അവിടുന്ന് സ്വയം സമർപ്പിച്ചു. ഈ ആമേൻ രക്ഷയുടെ വാതിൽ തുറന്നു. തന്റെ വിശ്വാസത്തിന്റെ ആമേൻ. മാതൃകയായ ശിഷ്യ ദൈവിക പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതിരുന്നിട്ടും മറിയം തന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു. ഭാവിയിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് മറുപടി നൽകി. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, മറിയത്തിന്റെ ഉദരത്തിൽ ഈശോയെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് വിശ്വാസത്താൽ അവിടുത്തെ ഹൃദയത്തിൽ ഗർഭം ധരിച്ചുവെന്ന്. ഈ വിശ്വാസം തന്നെയാണ് ക്രിസ്തു ശിഷ്യത്തിന്റെ അടിസ്ഥാനം. ഓരോ ക്രിസ്ത്യാനിക്കും ഈ ആമേൻ ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ദൈവഹിതത്തിന് കീഴടങ്ങാനുള്ള സമ്മതമാണ് ഈ ആമേൻ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ നാം ഓരോരുത്തരും ആവർത്തിച്ച ആമേൻ പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പറയുന്ന ആമേൻ. മറിയം രക്ഷയിൽ ജന്മം നൽകാൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണമായിരുന്നു ആ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ഭയങ്ങളും സംശയങ്ങളെയും ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് സംഭവിക്കട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആമേൻ പറയാം. ഈശോയുടെ അമ്മയും നമ്മുടെ അമ്മയുമായി പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ.